ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗിബ്ലി വൈബ്സ് ആണ്. ഒരു 2-3 ഡേയ്സിനകത്ത് ലോകവ്യാപകമായിട്ടുള്ള ഒരു പുതിയ ട്രെൻഡ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇതിനെ? ജിബ്ലിഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നത് ഈ ട്രെൻഡിനെ. ഓപ്പൺ എ ആണ് നമ്മുടെ പടങ്ങളൊക്കെ ഗിബ്ലി സ്റ്റൈലിലേക്ക് മാറ്റി തരുന്നത്. എങ്ങനെ എന്റെ വിലയും കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് കഴിച്ചോളൂ, ഫ്രീയാ. റിയൽ ലൈഫിലുള്ള ഒരു എവരിഡേ ലൈഫിലുള്ളതൊക്കെ കുറച്ചും കൂടി ഡ്രമാറ്റിക് ആയിട്ട് കാണിക്കുക, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ജിബ്ലി ഇമേജസ് ഭയങ്കര വൈറൽ ആയതിന് പിറകിലുള്ളത്. കാരണം അനിമേ ഡിസൈനർമാരുടെ പണി പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. കേരളം ഗിബ്ലി വൈബിലായാൽ എങ്ങനെയിരിക്കുമെന്ന് കാണാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം കേരള ടൂറിസം ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ച ചിത്രങ്ങളാണിത്. ചേരണി തിന്നണ നാട്ടിൽ പോയാൽ അവിടുത്തെ നടുക്കഷ്ണം കഴിക്കുന്നതാണ് വീട്ടിലൊക്കെ പറയാറുള്ളത്. എന്താണ് ഈ ഗിബ്ലി എന്ന് ചോദിച്ചാൽ ജാപ്പനീസ് ആനിമേഷൻ സ്റ്റുഡിയോയുടെ പേരാണ്. ഗ്രാഫിക് ഡിസൈനിങ്ങിലും ഒരു പക്ഷേ ക്രിയേറ്റിവിറ്റിയിലൊക്കെ ഒരു പുതിയ ട്രെൻഡ്, ലേണിങ്ങിൽ തന്നെ ഒരു പുതിയ ട്രെൻഡൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരുപാട് സൂചനകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഒരു ചെറിയ സ്ക്രിപ്റ്റ് കൊടുത്താൽ പോലും ഗിബ്ലി സ്റ്റൈലിൽ ചിത്രങ്ങളാക്കി തരും. എന്തായാലും ഇപ്പോ എല്ലാവർക്കും പടമുണ്ടാക്കി കൊടുക്കുന്ന പരിപാടി നിർത്തി. ഞാൻ തരില്ല. ഈ സമയത്ത് കണ്ണിച്ചോരയിലെ പെരുമാറുന്നത്. പണം കൊടുക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇനി പടമുണ്ടാക്കി കൊടുക്കൂ. ചതിച്ചോ ദൈവമേ, എന്നെ തേച്ചതാണല്ലേ. അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി. കാരണം കോപ്പിറൈറ്റ് എത്തിക്സ് എന്നൊക്കെയാണ് വിശദീകരണം. വേസ്റ്റ് ഗ്ലാസ്സാ, വേസ്റ്റ് വരുന്ന മദ്യം ഒഴിക്കാനാ. ഇനി നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ശശിയെ.